ഡേറ്റ ഓഫ് ദി വീക്കിൽ നാം പരിശോധിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൽ എത്രമാത്രം പാശ്ചാത്യ സഹായം കിട്ടി എന്നാണ്. യുക്രൈനു വേണ്ടി അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പണം ഇറക്കിയത് എന്നും യൂറോപ്പ് അത്ര പണം നൽകിയിട്ടില്ല എന്നുമാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഇറക്കിയ പണത്തിന് പകരമായി യുക്രൈനിലെ ധാതുവിഭവങ്ങൾ ഖനനം ചെയ്യാനുള്ള അനുമതി നൽകണമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. ആദ്യം ട്രംപിൻ്റെ അവകാശവാദം എത്രയാണ് എന്ന് നോക്കാം. $350 ബില്യൺ സഹായമായി നൽകി എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ട്രംപ് പറയുന്ന അത്രയും സംഖ്യ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുപോലും അമേരിക്ക നൽകിയിട്ടില്ല എന്നാണ് കണക്ക് നിരത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. 2022 ഫെബ്രുവരി 24 തുടങ്ങിയ യുദ്ധത്തിനായി യുക്രൈന് ഇതുവരെ ചെലവായത് $32,000 കോടി എന്നാണ് സെലൻസ്കി അറിയിച്ചത്. $6,700 കോടി പടക്കോപ്പുകളാണ് യുക്രൈന് അമേരിക്ക ഇതുവരെ നൽകിയത്. $3,150 കോടി പണമായും നൽകിയെന്ന് സെലൻസ്കിയുടെ കണക്ക് പറയുന്നു. ട്രംപിൻ്റെ അവകാശവാദം 350 ബില്യൺ ആണെങ്കിൽ അത് US പ്രതിരോധ വകുപ്പ് തന്നെ തള്ളുകയാണ്. $182.2 ബില്യൺ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ് USൻ്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 119.7 ബില്യൺ മാത്രമേ അമേരിക്ക നൽകിയിട്ടുള്ളൂ എന്നാണ്. ജർമ്മനി ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് സ്ഥാപനമാണ് ഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. യുക്രൈൻ യുദ്ധത്തിൻ്റെ എല്ലാ വരവും ചെലവും ട്രാക്ക് ചെയ്ത സ്ഥാപനമാണ് ഇത്. അവർ പറയുന്നത് 2022 ജനുവരിക്കും 2024 ഡിസംബറിനും ഇടയിൽ അമേരിക്ക യുക്രൈനായി ചെലവഴിച്ചത് 119.7 ബില്യൺ മാത്രമാണ് എന്നാണ്. അതോടൊപ്പം ട്രംപ് മറ്റൊരു കാര്യം കൂടി അവകാശപ്പെടുന്നുണ്ട്. യൂറോപ്പിനേക്കാൾ അമേരിക്കയാണ് യുക്രൈനെ സഹായിച്ചത് എന്ന്. അതും തെറ്റാണ് എന്ന് കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ കണക്ക് ഇങ്ങനെയാണ്, നോക്കാം നമുക്ക്. ഏറ്റവും കൂടുതൽ സഹായിച്ചത് അത് യൂറോപ്പ് തന്നെയാണ് എന്നാണ് ഈ കണക്ക് പറയുന്നത്. US 42.7%, യൂറോപ്പ് 49.5% സഹായവും യുക്രൈൻ നൽകിയത് യൂറോപ്പ് തന്നെയാണ് എന്നും മറ്റു രാജ്യങ്ങൾ 7.8% നൽകി എന്നുമാണ് കണക്ക്. ഇതാണ് കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്ക്. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.